അക്ഷയ VK ഉണ്ട്. അക്ഷയ, സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതം, സംഭവ ബഹുലമായ മടക്കം. തീർച്ചയായിട്ടും രതീഷ്, സംഭവബഹുലമായൊരു ജീവിതത്തിന്, സംഭവബഹുലമായൊരു യുഗത്തിന് അന്ത്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ അന്ത്യയാത്രയിലാണ് നമ്മൾ ഒക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യയാത്രയുടെ ഭാഗമാവുകയാണ് നമ്മൾ. സഖാവ് VSന്റെ മൃതദേഹവുമേന്തിയിട്ടുള്ള വാഹനവ്യൂഹം ഇതാ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ആലങ്കോട് പിന്നിട്ടുകൊണ്ട് ഈ വിലാപയാത്ര കടന്നു പോവുകയാണ്. ഇവിടെ കൂടുതൽ ആളുകൾ ഇപ്പോഴും ആ വാഹനത്തിന് പുറകെ ഓടിപ്പോകുന്ന കുറേ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാന നിമിഷവും സഖാവിന് വേണ്ടി അന്ത്യാഭിവാദ്യം മുഴക്കുന്ന സഖാക്കളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ആളുകൾ അത്രമേൽ വൈകാരികമാണ്. നമുക്ക് ഒരുപക്ഷെ അവരോടൊരു ചോദ്യം ചോദിക്കാനോ അവരോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത വണ്ണം വൈകാരികമാണ്. ആ വിപ്ലവ നക്ഷത്രത്തിന്, ആ വിപ്ലവ സൂര്യന് അന്ത്യാഭിവാദ്യം മുഴക്കുകയാണ് ഇവിടെയുള്ള എല്ലാ സഖാക്കളും. ഒരുപക്ഷെ അങ്ങ് നമുക്കറിയാം, കേരളം മുഴുവനുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം VS എന്നുള്ള രണ്ടക്ഷരം, VS എന്നുള്ള ദ്വയാക്ഷരം ഒരു കാലഘട്ടമാണ്. അത് മനുഷ്യ സ്നേഹത്തിൻ്റെയൊക്കെ വലിയ അടയാളപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ്. അപ്പോൾ ആ രണ്ടക്ഷരം ആയുമ്പോൾ ഒരുപക്ഷെ ഇവിടേക്ക് എത്താൻ പറ്റാത്ത പോകുന്ന ആളുകളുണ്ടാകും. ഇവിടെ ഇത്ര നേരവും കാത്തിരിക്കുന്ന ആളുകളുണ്ടാകും. ഇതൊരു പക്ഷേ കേരളത്തിൻ്റെ പരിച്ഛേദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാതയോരങ്ങളെല്ലാം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. അത്രമാത്രം ആളുകൾ ഉണ്ടാകുന്നുണ്ട്, അത്രമാത്രം ആളുകൾ വന്നു ചേരുന്നുണ്ട്. VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആളുകൾ, കണ്ടു മടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. VSനെ കണ്ടോ? VSനെ കണ്ടു. മണിക്കൂർ കണക്കിന് നമ്മൾ കാത്തുനിന്ന് പ്രിയ സഖാവ്, യുവത്വത്തിൻ്റെ പോരാളി ഇന്ന് നമ്മുടെ നാടിലൂടെ അവസാനമായി കടന്നു പോയിരിക്കുകയാണ്. ആ വികാര നിർഭരമായ യാത്രയപ്പ് കഴിഞ്ഞ് ഓരോരുത്തരും ചങ്കിലെ ചോര പിടിഞ്ഞ് അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രിയ സഖാവിനെ ആലപ്പുഴയിലേക്ക്, പുന്നപ്രയുടെ സമരനായകന് പുന്നപ്രയിലേക്ക് നമ്മൾ യാത്ര അയച്ചിരിക്കുക. വീരസഖാവേ, ധീരസഖാവേ, VS ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യം ആവർത്തിച്ച് കേൾക്കുകയാണ്. യുവത്വത്തിന്റെ സഖാവ് എന്നുള്ള VSനെ പറ്റിയുള്ള വിശേഷണം നമുക്കറിയാം. രാഹുൽ ഗാന്ധി 2011 VS അച്യുതാനന്ദന്റെ വയസ്സിനെ പറ്റി പറഞ്ഞ സമയത്ത് അന്ന് VS തന്നെയാണ് തല നിറച്ചതല്ല എൻ്റെ വാർദ്ധക്യം, തല നിറയ്ക്കാത്തതല്ല എൻ്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിനെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത പോരാട്ടമാണ് എൻ്റെ യുവത്വം എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനെ നമുക്കറിയാം. അതേ VS എല്ലാ കാലഘട്ടത്തിലും VS യുവാവ് തന്നെയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം 82-ാം വയസ്സിൽ മുഖ്യമന്ത്രിയാകുന്ന ഒരാൾ, 90 വയസ്സ് പിന്നിടുമ്പോൾ പ്രതിപക്ഷ നേതാവാകുന്ന ഒരാൾ, അതൊക്കെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദന്റെ അന്ത്യയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ചുടുകാട്ടിലേക്കുള്ള VSന്റെ യാത്ര, സ്വന്തം നാട്ടിലേക്ക് VSന്റെ സ്വന്തം സഖാവ് P കൃഷ്ണപിള്ളയ്ക്കൊപ്പം, പുന്നപ്ര വയലാർ സമരത്തിന്റെ ധീര രക്തസാക്ഷികൾക്കൊപ്പം അവർ അന്തിയുറങ്ങുന്ന അതേ മണ്ണിൽ VS അന്തിയുറങ്ങും. ആ യാത്രയാണ്, അവസാന യാത്രയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം മുന്നോട്ട് പോകുന്തോറും VSനെ കാണാനായി എത്തുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ചരിത്ര പുരുഷന്റെ അന്ത്യയാത്രയുടെ ഭാഗമാകുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടാവുകയാണ്. ഈ തെരുവോരങ്ങൾ, ഒരുപക്ഷെ സമയം 11 മണി പിന്നിട്ടിട്ടുണ്ട്. സാധാരണ ഈ വഴികളിലൊക്കെ ഇത്രമാത്രം ആളുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. അത്രയും ആളുകൾ ഉണ്ടാകുന്നുണ്ട്. VS നമ്മുടെ ഇപ്പോൾ നമുക്ക് കാണാനാകുന്ന പോലും അപ്പുറത്തേക്ക് ആ വാഹനവ്യൂഹം കടന്നു പോയിട്ടുണ്ട്. ആ വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വേഗം കൂട്ടുന്നുണ്ട്. നേരത്തെ പകൽ സമയങ്ങളിലൊക്കെ ആളുകൾക്കൊക്കെ കാണാനുള്ള അവസരമുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരിൽ കാണുമ്പോൾ ആളുകൾ കുറേ വരുന്നുണ്ടെങ്കിൽ പോലും കാത്തു നിൽക്കാനാകുന്നില്ല. ഇതാ വീണ്ടും മഴ പെയ്യുകയാണ്. അടുത്തിടത്തും ഇതുപോലെ ആയിരങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും, നൂറുകണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാകും. അവർക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. നാളെ ആലപ്പുഴയിൽ ക്രമീകരിച്ചിരിക്കുന്ന പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ഇനിയൊരു സമയം വീണ്ടും എന്തായാലും നേരത്തെ 5 മണിക്ക് എത്തുമെന്നുള്ളതൊക്കെ ആയിരുന്നു ഇവിടെയുള്ള പാർട്ടി സഖാക്കൾ തന്നെ പറയുന്നു. അതിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയായിരുന്നു. ശരി, അക്ഷയാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ അല്പം മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. ആലങ്കോട് ജംഗ്ഷനാണ്. കിളിമാനൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ എത്തി നിൽക്കുന്ന ജംഗ്ഷനാണ്. ആറ്റിങ്ങലിൻ്റെ തൊട്ടു മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞുള്ള ഭാഗം ആലങ്കോട് പിന്നിടുകയാണ്. ഇനി കടുവയിൽ ജംഗ്ഷനിൽ, കടുവയിൽ പള്ളി വളരെ പ്രസിദ്ധമാണ്. അവിടെയും വിലാപയാത്രയ്ക്ക് അല്പനേരം നിൽക്കേണ്ടി വരും. നിരവധി പേർ അവിടെയും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നു എന്നതാണ് നേരത്തെ മുതൽ വരുന്ന വിവരങ്ങൾ. നേരത്തെ CPM നിശ്ചയിച്ച വിലാപയാത്രയിൽ VSനെ കാണാൻ സൗകര്യമൊരുക്കുന്ന ഇടങ്ങളുടെ പട്ടികയിൽ കടുവയിലുമുണ്ട്. അടുത്ത് കടുവയിൽ പള്ളി ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അതിനുശേഷം കല്ലമ്പലത്തേക്കാണ് എത്താൻ പോകുന്നത്. സമരതീക്ഷ്ണമായ ഒരു കാലം,
സമരഭരിതമായ ഓർമ്മകൾ ഇരമ്പുന്ന നിമിഷം, സമരദീപ്തമായ ജീവിതത്തിന് വിരാമമായ കാലം. ആ കാലത്തിലൂടെ, ആ ദിവസത്തിലൂടെ, ആ മണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുന്നു. VS എന്ന രാഷ്ട്രീയത്തിലെ വലിയ രണ്ടക്ഷരം, ആ രണ്ടക്ഷരത്തിന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. ഇനി 112 കിലോമീറ്റർ ദൂരം പിന്നിട്ട് വേണം ആലപ്പുഴയിലേക്ക് എത്താൻ. വൈകിട്ടോടുകൂടി പ്രത്യേകം ആലപ്പുഴയിലേക്ക് എത്തിക്കാനാകും എന്തായിരുന്നു നേരത്തെ കണക്ക് കൂട്ടിയത് എങ്കിൽ ഇപ്പോൾ ആലങ്കോട് പിന്നിടുന്നതേയുള്ളൂ. അതായത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗം പിന്നിടുന്നതേയുള്ളൂ. ഇനിയും തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം ഉൾപ്പെടെ പിന്നിട്ട് വേണം, ജില്ലാതിർത്തിയായ കടമ്പാട്ടുകോണം പിന്നിട്ട് വേണം കൊല്ലം ജില്ലയിലേക്ക് കടക്കാൻ, പാരിപ്പള്ളിയിലേക്ക് വിലാപയാത്ര എത്താൻ. വിലാപയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കടുവയിൽ പള്ളി ഭാഗത്തേക്ക് എത്തുകയാണ്. വഴിയരികിൽ ചിലയിടങ്ങളിൽ വാഹനം നിർത്തുന്നുമുണ്ട്. പലയിടത്തും കുറച്ചുപേരായാലും കാത്തു നിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ നൂറുകണക്കിന് പേർ കാത്തു നിൽക്കുന്നുണ്ട്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും VSനെ ഒരു നോക്ക് കാണാനുള്ള ക്രമീകരണം എന്ന നിലയിൽ തന്നെയാണ് നേരത്തെ മുതൽ നിശ്ചയിച്ചിരുന്നത്. അതേസമയം സമയം വല്ലാതെ വൈകുന്നതുകൊണ്ട് ഇടയ്ക്ക് വാഹനം അല്പം വേഗത ആർജിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആലങ്കോട് പിന്നിട്ട് കടുവയിൽ പള്ളി ഭാഗത്തേക്ക് വിലാപയാത്ര നീങ്ങുകയാണ്. നീണ്ട കാലത്തെ തലസ്ഥാനവാസത്തിന് വിരാമമിട്ടാണ് VS ഇപ്പോൾ സ്വന്തം ഭൂമിയിലേക്ക്, ആലപ്പുഴയിലേക്ക്, തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കമിട്ട മണ്ണിലേക്ക് മടങ്ങുന്നത്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയുള്ള അവസാന യാത്രയാണ് VSനിത്.